സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നലെ രാത്രി ശ്യാമയ്ക്ക് നേരെയുണ്ടായ കൊലപാതക ശ്രമത്തെക്കുറിച്ച് സംസാരിക്കാനും കൂടുതൽ പ്രൊട്ടക്ഷൻ ശ്യാമയ്ക്ക് ഏർപ്പെടുത്താനുമായിട്ട് ACP അവിടെ എത്തുന്നുണ്ട്. അന്നേരം ACP പറയണേ, എന്താണെങ്കിലും 2 പോലീസുകാർ ഇവിടെ ശ്യാമ മാഡത്തിന് സെക്യൂരിറ്റിക്കായിട്ട് ഞങ്ങൾ ഇടുന്നുണ്ട്, അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല. അന്നേരം ശ്യാമ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുക. എന്നാൽ രാധിക പറയണേ, വേണ്ട സാർ, അമ്മ ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ പോലീസുകാരെ ഇവിടെ ഇടണം, അവർ ഇനി ഇതുപോലെ അമ്മയെ അപകടപ്പെടുത്താൻ വന്നുവന്നിരിക്കും. ഈ സമയം ACP പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇത് ശ്യാമയുടെ ശത്രുക്കളല്ല, കണിമംഗലത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന ആരോ തന്നെയാണ് ശത്രുക്കൾ. കണിമംഗലം ഇപ്പോൾ വീണിരിക്കുന്ന കുഴിയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെട്ടു പോകരുതെന്ന് അവരാഗ്രഹിക്കുന്നു. ശ്യാമ അതിനൊരു സഹായമായിട്ട് വന്നത് കാരണമാണ് ശ്യാമ മേഡത്തെ ഇപ്പോൾ അവർ കൊല്ലാനായിട്ട് നോക്കുന്നത്. എനിവേ, വരുൺ തൻ്റെ കുടുംബക്കാരോടൊന്ന് പ്രത്യേകം സൂക്ഷിക്കാൻ പറയണം, പ്രത്യേകിച്ച് തൻ്റെ അച്ഛനോടും ചേട്ടനോടും ഒക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞ് ACP അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. പിന്നീട് ആ പരമേശ്വരനെ ബാങ്കിൽ നിന്നും ആൾക്കാർ വിളിക്കുവാണ്. എത്രയും പെട്ടെന്ന് തന്നെ ജപ്തി നടപടികൾ ഉണ്ടാകുമെന്നും അതൊന്നും ഇനി ഞങ്ങൾക്ക് തടഞ്ഞു വെക്കാനാവില്ല എന്നും പറയുന്നുണ്ട്. അന്നേരം പരമേശ്വരനാണെങ്കിൽ കുറച്ച് സാവകാശം ചോദിക്കുന്നുണ്ട്. എന്നാൽ മുകളിൽ നിന്നും വലിയ പ്രഷറാണെന്നും പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം പരമേശ്വരനാണെങ്കിൽ കൂടുതൽ ടെൻഷനാകുവാണ് കേട്ടോ. പിന്നീട് ശ്യാമയും അമൃതയും ആരതിയും അതെല്ലാം വരണം രാധികയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, എന്താണെങ്കിലും നാളെ തന്നെ രജിസ്ട്രേഷൻ നടത്തണം, പിന്നീട് എൻ്റെ സമാധാനം ഉണ്ടാകും, ഒരു ഏറ്റവും വലിയ കാര്യം ഞാൻ ചെയ്തു തീർത്തതിൻ്റെ സന്തോഷം ഉണ്ടാകും എനിക്ക്. അന്നേരം വരുടൻ രാധികയ്ക്ക് ചോദിക്കുന്നുണ്ട്, നാളെ തന്നെ രജിസ്ട്രേഷൻ വേണോ? ഒന്നാമത് ഇപ്പോൾ ശത്രുക്കൾ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്, ഇനിയും രജിസ്ട്രേഷനുള്ള നീക്കം നടത്തിയ അമ്മയെ അവർ വീണ്ടും അപകടപ്പെടുത്താൻ ശ്രമിക്കില്ലേ? അന്നേരം അതൊക്കെ കേട്ടിട്ട് അമൃത പറയുക, അല്ലെങ്കിൽ തന്നെ നാളത്തെ ഈ ഒരു രജിസ്ട്രേഷൻ്റെ കാര്യം കൂടിയല്ലേ ബാക്കിയുള്ളൂ, ഇതെല്ലാമേ മുമ്പേ തന്നെ ശ്യാമ തീരുമാനിച്ചു വെച്ചതാണ്, ഇനി അതിലിപ്പോൾ ഒരു മുടക്കം പറയണ്ട, ശ്യാമക്കത് കൂടുതൽ സങ്കടമാകും. അതെ ശരിയാ മോളെ, ഞാൻ ഏറ്റവും കൂടുതൽ സംതൃപ്തിയോടെ ചെയ്തു തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം ഇത്, അതിനി ഒരു തടസ്സവും വേണ്ട, നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ നാളെ തന്നെ രജിസ്ട്രേഷൻ നടത്തുന്നു. പിന്നീട് വരുണിൻ്റെ അധികം കണിമംഗലത്തെത്തുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അച്ഛൻ അവിടെ ബാങ്കിൽ നിന്നും വീണ്ടും വിളിച്ച കാര്യവും എത്രയും പെട്ടെന്ന് ജപ്തി നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ കാര്യമൊക്കെ വരുണിനോട് പറയുന്നുണ്ട്. ഈ സമയം രാധിക പറയണേ, അച്ഛാ നാളെ തന്നെ അമ്മ എൻ്റെ പേരിലേക്കും എൻ്റെ വരുണിൻ്റെയും പേരിലേക്ക് സ്വത്തുക്കളെല്ലാം രജിസ്റ്റർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണിമംഗലത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാം. നമ്മുടെ വീടും കമ്പനി ഒന്നും നഷ്ടപ്പെട്ടില്ല അച്ഛാ, അച്ഛന് ഇത്രനാളും കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ സാമ്രാജ്യം ഉണ്ടല്ലോ, അത് അതേപോലെ തന്നെ നിൽക്കും, അതിലൊരു വിള്ളൽ വീഴാത്താൻ പോലും നമ്മൾ സമ്മതിക്കില്ല. രാധികയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പരമേശ്വരനും പത്മിനിക്കും മുത്തശ്ശിക്കും ഒക്കെ സന്തോഷമാകുവാണ്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് കൽപ്പനക്ക് ഉർവശിക്കും അങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ. അവരങ്ങനെ റൂമിൽ ചെന്ന് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. നാളത്തെ ദിവസം ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ആ രാധികയെ പിടിച്ചാൽ പോലും കിട്ടില്ല, കണിമംഗലത്തെ ഉടമ പിന്നീട് അവളായിരിക്കും, നമ്മളെല്ലാവരും അവരുടെ ദാസികളായിട്ട് ഇവിടെ നിൽക്കേണ്ടി വരും. അന്നേരം ഉർവശി പറയണേ, അതിന് ആ രജിസ്ട്രേഷൻ നടന്നാലല്ലേ? ചെറിയ എന്തൊക്കെയാണ് പറയുന്നത്, എങ്ങനെ തടയാനാ? അവരെ കൊല്ലാൻ നോക്കിയതല്ലേ, പക്ഷേ ആ ശ്രമം പാളിയില്ലേ? അത് പാളിയിട്ടുണ്ടാവും, പക്ഷേ ചന്ദ്രേട്ടൻ എങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാളത്തെ രജിസ്ട്രേഷൻ നടക്കില്ലെന്നേ ചന്ദ്രേട്ടനെ ഉറപ്പ് തന്നിരിക്കുന്നത്, എനിക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, നീ കണ്ടോ നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം വരുണും രാധികയും കൂടി നേരെ ശ്യാമയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ഈ സമയം പോലീസുകാരൊക്കെ പുറത്ത് കാവലിരിക്കുന്നവർ അവിടെ തന്നെ ഉണ്ടാകും. അങ്ങനെ രാധികയും വരുണും അകത്തേക്ക് ചെന്ന് റൂമിൽ ശ്യാമേനെ അന്വേഷിക്കുവാണ്. എന്നാൽ ഈ സമയം രാധിക റൂമിലെല്ലായിടത്തും ശ്യാമയെ തിരയുമ്പോഴും അവിടെ ഒന്നും ശ്യാമയെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ടെൻഷനായി രാധിക വരുണിൻ്റെ അരികിലേക്ക് ഓടി വരിക. വരുൺ, അമ്മയെ അവിടെയൊന്നും കാണാനില്ല. കാണാനില്ലെന്നോ? താൻ എന്തൊക്കെയാണ് പറയുന്നത്? അതേ വരുൺ, സത്യമാണ്, ഞാൻ എല്ലായിടത്തും നോക്കി. അങ്ങനെ വരുൺ ഈ വിവരം പോലീസുകാരെ അറിയിക്കുന്നുണ്ട്. അവരും വരുണും ഒക്കെ ചേർന്ന് ആ വീട് മുഴുവൻ അന്വേഷിക്കുവാണ് കേട്ടോ. അങ്ങനെ രാധികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നെഞ്ചുപൊട്ടി അമ്മേനെ വിളിക്കുവാണ്. ഈശ്വര, എൻ്റെ അമ്മ എവിടെ പോയി എന്നും പറഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുവാണ് രാധിക. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് കേട്ടോ കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത്. ശ്യാമയ്ക്ക് എന്താ പറ്റിയത്? ശ്യാമയെ ചന്ദ്രശേഖരൻ്റെ ആളുകളാണോ തട്ടിക്കൊണ്ടുപോയത്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ വരുൺ കണ്ടെത്തുമോ? ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്